എന്റെ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ അവിടെ വന്ന് കാറിറങ്ങുന്ന രംഗം. 5 ആളുകളെ 2 ടീമിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് ചാവക്കാട്ട ടിവിയിൽ കൊണ്ടുപോയി ഇരുത്തുകയാണ്. വന്നിരായ തങ്ങള് ചർച്ച കാട് കയറി പോയപ്പോ മഗ്‌രിബിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോ അസർ നിസ്കാരം ഖളാ ആകുന്ന ദുരവസ്ഥ മനസ്സിലാക്കി തന്റെ കോട്ടിങ്ങനെ ബട്ടണഴിച്ച് നീക്കിയിട്ട് ഇങ്ങനെയാണ്. ആ സമയത്താണ് ഇവരെല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടായി. പുറത്ത് ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നു. കാരണം ബാഫക്ക് തങ്ങളുടെ തീരുമാനം കേൾക്കാൻ. പക്ഷെ ചർച്ച അവസാനിച്ചിട്ടില്ല, തീരുമാനമായിട്ടില്ല. എന്തുണ്ടായി? അങ്ങോട്ട് ഇറങ്ങിപ്പോയ തങ്ങളെ ഞൊടിയിടയിൽ ഇങ്ങോട്ടൊന്ന് തിരിച്ചു വന്നു. കേളപ്പജി ചോദിച്ചു, തങ്ങളെമ്പുരാൻ ഇത്ര പെട്ടെന്ന് നിസ്കാരം കഴിഞ്ഞു? അല്ല, ടാപ്പിൽ വെള്ളമില്ല. ഈ വിവരം പറയേണ്ട താമസം തൻ്റെ കൂട്ടത്തിൽ നിന്നൊരു ഹൈന്ദവ സഹോദരനെ അയൽപക്കത്തെ വീട്ടിലെ കിണ്ടിയിൽ വെള്ളം കൊണ്ടുവന്നിട്ട് എൻ്റെ ഖായിദുൽ ഖൗമിന് മുൻകൈ കഴുകാൻ ഒഴിച്ചു കൊടുക്കുന്ന പരുവത്തിലേക്ക് ഈ മണ്ണിനെ ഉഴുതുമടിച്ച പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആലോചിക്കണം, നമ്മൾ ചെയ്ത നന്മ എന്നുള്ളത് അതാണ്. സഹോദര സമുദായാംഗങ്ങൾ നമ്മെക്കുറിച്ചൊരു അങ്കലാപ്പിൽ കണ്ടില്ലോ. നമ്മൾ എവിടെയാണോ പ്രശ്നം വരുന്നത് അവിടെയൊക്കെ പോയി ഈ സമാധാനത്തിൻ്റെ ദൂതരായി പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് 2 ജുബ്ബയിട്ട മക്കൾ പാണക്കാട്ട കൊലായിൽ വന്നത്. ഒരു കൊല്ലം മുമ്പേ ആ 2 കുട്ടികൾ, അസ്സലാമു അലൈക്കും തങ്ങൾ പാപ്പ, ഞാൻ സലാഹുദ്ദീൻ അയ്യൂബി, ഇത് ഉമർ മുക്താർ, ഞങ്ങൾ മഅദനിയുടെ കുട്ടികളാണ്, ഉപ്പാന്റെ കാര്യം പറയാൻ വന്നതാണ്. ആലോചിക്കണം, ആ കുട്ടികൾക്ക് അങ്ങോട്ട് വരാൻ തോന്നി, ആ വീട്ടിലേക്ക് കയറാൻ തോന്നി, ആ കുട്ടികളെ പറഞ്ഞേക്കാൻ വീട്ടുകാർക്ക് തോന്നി. ഏത് തങ്ങളുടെ അടുത്തേക്കാണ്? ഈ കുട്ടികളുടെ ബാപ്പയും ഉമ്മയും ഏതൊരു പൊന്നാനി പറഞ്ഞാണോ ഈ രാജ്യത്ത് തോൽപ്പിക്കാൻ വേണ്ടി മാത്രം വേദി ചെലവഴിച്ചത്, അവിടെ നിന്ന് ജയിച്ചു വന്ന ET മുഹമ്മദ് ബഷീർ സാഹിബിനാണ് ആറ്റപ്പൂ തങ്ങൾ വിളിച്ചറിയിക്കുന്നത്. ബഷീർ, അടുത്ത യാത്ര ഡൽഹിയിലേക്ക് പോകുമ്പോൾ കർണാടകയിലെ പരപ്പനയിലെ അഗ്രഹാര ജയിലൊന്ന് കയറി മഅദനിയുടെ സുഖവിവരം അറിയണം. കൂടെ ആര് പോകും? ഒരാൾ കൂടെ വേണം. നിങ്ങളിപ്പോ തോൽപ്പിക്കാൻ വേണ്ടി ഓടി നടന്ന താനൂരിലെ MLA ആയിരുന്ന അബ്ദുറഹിമാൻ അത്താണി, ആലോചിക്കണം, ഒരത്താണി കിട്ടിയെങ്കിൽ എന്ന് ദാഹിച്ചു നിൽക്കുന്ന മഅദനിയുടെ അടുത്തേക്ക് 2 അത്താണി അബ്ദുറഹിമാനെയും ഒരു ET മുഹമ്മദ് ബഷീറിനെയും പറഞ്ഞയച്ച പാർട്ടിയാണ് ഈ പാർട്ടി. നമ്മൾ കാണിക്കുന്ന മാതൃക അതാണ്. ജനങ്ങൾക്ക് ഉപകാരം ചെയ്ത് നീങ്ങുന്ന മാതൃക, എല്ലായിടത്തും മാതൃക. KMCCയുടെ എൻ്റെ സുഹൃത്ത് മാതാപ്പുഴ മുഹമ്മദ് കുട്ടി സാഹിബ് അടക്കമുള്ളവർ ഇരിക്കുന്നു. ഞാൻ അത്ഭുതപ്പെടുകയാണ്. നമുക്ക് ഇലക്ഷൻ നോക്കിയുള്ള രാഷ്ട്രീയ പ്രവർത്തനമല്ല. നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം ഫുജൈറ KMCCയുടെ ഭാരവാഹി ഒരു ബിസിനസ്സിൽ ഏർപ്പെടുന്നു, അദ്ദേഹത്തിന്റെ ബിസിനസ് പൊട്ടുന്നു, അദ്ദേഹം ആ വലാതിയിൽ അങ്ങനെ ജീവിക്കുന്നു. ഒരു ദിവസം അള്ളാഹുവിന്റെ അലംഘനീയമായ ഖളാ അദ്ദേഹത്തിനെ വിളിച്ചു കൊണ്ടുപോകുന്നു. മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ ജനാസ വീട്ടിൽ വെച്ചിരിക്കുകയാണ്. നമ്മളൊക്കെ ഒരു മയ്യത്ത് വീട്ടിൽ വെച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ജനാസ നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരു വർത്താനം എന്താ? ഇദ്ദേഹം ആരെയെങ്കിലും വെറുപ്പിക്കുന്ന വല്ല വാക്കോ പ്രവൃത്തിയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരലോക ഗുണം കണക്കിലെടുത്ത് നിങ്ങൾ എല്ലാവരും അത് പൊരുത്തപ്പെട്ടു കൊടുക്കണം. സാമ്പത്തികമായി അദ്ദേഹത്തിൽ നിന്ന് ആർക്കെങ്കിലും വല്ലതും കിട്ടാനുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ഇവിടെയുണ്ട്, അവരെ സമീപിക്കേണ്ടതാണ്. ഇതിനു മുമ്പേ എത്തിയിരിക്കുന്നു അദ്ദേഹത്തിന് കാശ് കിട്ടാനുള്ള 35 ലക്ഷം രൂപ ലഭിക്കാനുള്ള ഒരു വ്യക്തി. ഈ മയ്യത്ത് മറവ് ചെയ്യണമെങ്കിൽ എൻ്റെ സമ്മതം വേണം എന്ന് പറഞ്ഞ് ബലം പിടിച്ചാണ് നടന്നു. എന്ത് ചെയ്യാൻ നോക്കും? ഈ ആഴ്ചത്തെ സംഭവം ഞാൻ പറയുന്നത്. നമ്മുടെ വീട്ടിലൊക്കെയാണ് ആ സംഭവമെങ്കിലോ അള്ളാഹു കടക്കാരനാകാതെ ഈമാനോടുകൂടി വഫാത്താകാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. അള്ളാനെ കടക്കാരനായി കണ്ടുമുട്ടിയാലുള്ള ഇടങ്ങൾ ചില്ലറ കാര്യങ്ങളൊന്നുമല്ല, ബാധ്യതകളാണ്. നമ്മൾ പറയണം. ഇന്നലെ 500 1000 പ്രശ്നം വന്നപ്പോഴാണ് അവനാൻ്റെ പെണ്ണുങ്ങളും മളിക്കിയ പൈസ ഒക്കെ പുറത്തിറങ്ങുന്നത്. അപ്പോഴാണ് ഓരോരുത്തരെ നമ്മളൊക്കെ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ ഇടക്കൊക്കെ ഉണ്ടാവുമല്ലോ. ഇവിടെ തൊട്ടടുത്ത് സ്ത്രീകൾ ഉണ്ടാവില്ലേ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ഓരോരുത്തരും, ചിലവരൊക്കെ മാക്സിയൊക്കെ കുടഞ്ഞിട്ടാണ് അതിനൊക്കെ എടുത്തുകൊണ്ടിരിക്കൊണ്ട് വരികയാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇനി ഉണ്ടോ എന്ന് നോക്കാൻ പറയുമ്പോൾ വരികയാണ്. അതേറ്റ് എന്താ പറയുക, ഈ ഹെക്കടപാടുകളെ അവനാൻ്റെ കാശും കാര്യമൊക്കെ ഒന്ന് സ്വന്തം ഭാര്യനോടൊക്കെ ഒന്ന് പറയുന്നതല്ല. എനിക്ക് ഇന്നോടത്തൊക്കെ കൊടുക്കാണ്ട്
ഇന്നതൊക്കെ കിട്ടാണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ എന്നാൽ നമ്മൾ ചെയ്യേണ്ട പണിയാണ്. മനുഷ്യരുടെ അവസ്ഥ അല്ലേ. ഈ മനുഷ്യൻ ജനാസ മറവ് ചെയ്യണമെങ്കിൽ എൻ്റെ സമ്മതം കിട്ടണം എന്നാ പറയുന്നത്. എന്താ ചെയ്യുന്നത്? എന്താ മുസ്ലിം ലീഗ് ചെയ്യുന്നത്? പാതിരാവിലെ വീട്ടിൽ വരികയാണ് ഫുജൈറ KMCCയുടെ ഭരണാധികാരിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായ UAE KMCCയുടെ പ്രസിഡന്റ് പുത്തൂർ റഹ്മാൻ സാഹിബ് ആ വീട്ടിൽ വരികയാണ്. ആ വീട്ടിൽ വന്നപ്പോൾ വീട്ടുകാര് കരഞ്ഞു പറയാണ്, യാതൊരു 35 ലക്ഷം എന്ന് പറഞ്ഞാൽ അവരെ ഇരിക്കൂല വിറ്റാൽ പോലും കിട്ടൂല. അത്രേ ഉള്ളൂ. പാവം KMCCയുടെ പ്രസിഡന്റ് സ്ഥിതിയാണ്. ഫുജൈറ KMCCയുടെ പ്രസിഡന്റിന്റെ അവസ്ഥ ഞാൻ ഈ പറയുന്നു. ഇവരൊക്കെ ആരാന്റെ വീടിന് വേണ്ടി ചർച്ച നടക്കുമ്പോൾ സ്വന്തം വീടിന്റെ ചോർച്ച അടക്കാൻ മറന്നുപോയവരാണ്. ഇവര് ആരാന്റെ കുട്ടികൾക്ക് കല്യാണത്തിന് കാശയക്കുമ്പോ അവനാന്റെ മക്കളുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ കഴിയാതെ വക്കാലത്ത് അയച്ചു കൊടുത്തവരാണ്. എത്രയോ ജനാസ നാട്ടിലെത്തിച്ച ഇവർ സ്വന്തം പിതാവിന്റെ മാതാവിന്റെ ജനാസക്ക് മുമ്പിൽ അല്ലാഹുമ്മ ഗഫിർ ലഹു വറഹംഹു അല്ലാഹുമ്മ ഗഫിർ ലഹാ വറഹംഹാ എന്ന് പ്രാർത്ഥിക്കാൻ സമയം കിട്ടാതെ പോയവരാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഒരു KMCCക്കാരൻ റൂമിൽ മൊബൈൽ ഇങ്ങനെ വെച്ചിട്ട് കുലുങ്ങി കരയുന്ന രംഗം, കമിഴ്ന്ന് കിടന്നിട്ട്. ഞാൻ ചോദിച്ചു കുറെ കഴിഞ്ഞതിന് ശേഷം എന്താ വിഷയം? ഇന്നലെ എൻ്റെ ഉപ്പ മരിച്ചു. ഇന്നലെ മരിച്ചത് ഞാൻ റൂമിൽ കയറിയപ്പോൾ സ്വാദിക്കല്ലേ താങ്കൾ ഞങ്ങളൊന്നിച്ച് വരാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഞങ്ങളൊന്ന് പോയത്. റൂമിൽ ഒരാളെ ഉള്ളൂ, ഉച്ചയുടെ സമയം. പലരും ജോലിക്ക് പോയിട്ട് തിരിച്ചെത്തിയിട്ടില്ല. ഇങ്ങനെ ഒരാൾ മാത്രം. ഞങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം വല്ലാതെ ഒന്നിങ്ങനെ കൈ കാണിച്ചു, പിന്നെ പോവുക, പിന്നെ കാണുന്നില്ല. കേരളീയരായ നമ്മളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ കുടുംബ ഓർമ്മ വന്നതാണ്. ഉപ്പാന്റെ ജനാസ കൊണ്ടുപോകുന്ന തഹ്ലീല് ഇങ്ങനെ കേട്ടിട്ട് കമിഴ്ന്ന് കിടന്ന് കരയാണ്. ആലോചിച്ച് നോക്കണം, കെട്ടിപ്പിടിക്കാൻ ഒരു റൂം, ഒരു തൂണ് പോലും ഇല്ലാത്ത റൂമിൽ കമിഴ്ന്ന് കരയുന്ന KMCCക്കാരൻ്റെ ബാലൻസ് ഷീറ്റ് ഇതൊക്കെ നമ്മൾ പറയാം മുതലാളിമാരായി കാണും. പ്രവാസികൾ യഥാർത്ഥത്തിൽ പ്രയാസികളാണ്. ഫുജൈറ KMCCയുടെ പ്രസിഡന്റിന്റെ അവസ്ഥയാണ് ജനാസ മറവ് ചെയ്യാൻ കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതി. പുത്തൂർ റഹ്മാൻ സാഹിബ് പറഞ്ഞു, ഞാൻ ഏറ്റു എന്ന് പറയാം. പുത്തൂര് ഏറ്റു എന്ന് നെഞ്ചിൽ കൈവച്ച് പറയാനുള്ള കാരണം ഇതിന്റെ പിന്നിൽ ഒരു പടയണിയുണ്ട്. പാണക്കാട്ട തങ്ങളുടെയും പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പയുടെയും പടയണി എന്നുറപ്പായതുകൊണ്ടാണ്. വാട്സപ്പ് ഫേസ്ബുക്ക് എന്ന് കേൾക്കുമ്പോൾ ഫിത്നയും ഫസാദും ഓർമ്മ വരുന്ന സമയത്ത് നമ്മള് പ്രിയപ്പെട്ട പുത്തൂർ റഹ്മാൻ സാഹിബ് ജീവിതത്തിൽ ആദ്യമാവാം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ, അദ്ദേഹത്തിന്റെ വാട്സപ്പിൽ അദ്ദേഹം തന്റെ വോയിസ് മെസ്സേജ് ഇടുന്നത്. അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കേണ്ട താമസം സമയം 11:20 രാത്രി. നാളെ രാവിലെ മറവ് ചെയ്യേണ്ട മയ്യത്തിന്റെ കാര്യത്തിൽ മഗ്‌രിബിന് ആളെത്തിയിരിക്കുകയാണ്. എന്നോട് ചോദിക്കാതെ ജനാസ എടുത്തു പോകരുത്. എന്ത് ചെയ്യാൻ നോക്കും? പാതിരാവിൽ ഈ വോയിസ് മെസ്സേജ് ഭൂലോകം ഒന്നാകെ സഞ്ചരിച്ചു. നേരം വെളുക്കുമ്പോഴേക്ക് ആ 35 ലക്ഷം രൂപ സമാഹരിച്ചു എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണെന്നാണ് എൻ്റെ ഓർമ്മ, ഈ വിനീതനടക്കം ഞങ്ങളെല്ലാവരും KP മുഹമ്മദ് കുട്ടി സാഹിബ് അടക്കമുള്ളവർ പാണക്കാട് വന്ന് ആ വഫാത്തായ മനുഷ്യന്റെ പൊന്നുമോഹൻ ആ 35 ലക്ഷം രൂപ ഇങ്ങനെ പൂ പൊട്ടിക്കുന്നത് പോലെ കൊണ്ടുപോയ രംഗം ഞാൻ എൻ്റെ കൽബിൽ കുളിച്ചിട്ടിരിക്കുകയാണ്. ഇതാണ് ഒരു പാർട്ടി, ഒരു സഹപ്രവർത്തകന്റെ താങ്ങാൻ കഴിയാത്ത ഭാരം ഏറ്റെടുത്തിട്ട് വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ നന്മക്ക് ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിന് നീങ്ങാം. അതാണ് നമ്മുടെ പാർട്ടിയുടെ പ്രത്യേകത. പിണറായി വിജയന്റെ വാർഡിലാണ് രമ്യത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മരിക്കുന്നത്. ഏത് പാർട്ടിയാവട്ടെ, 250 മീറ്ററിനകത്താണ്. ആ രമ്യത്തിന്റെ ഡെഡ് ബോഡി തലശ്ശേരി ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന രംഗം നിങ്ങൾ കണ്ടോ? TV-യിൽ വെട്ടിയതാര പിണറായിയുടെ ആളുകൾ തന്നെ, മരിച്ചതോ BJP-കാരൻ. അവിടെ വേറെ ഒരു പാർട്ടിയും രംഗപ്രവേശം നടത്തും. 3 പാർട്ടിയെ ഞാൻ മനസ്സിൽ താലോലിച്ച ഒരു സമയമായിരുന്നു ആ സന്ദർഭം. ഒന്ന് പിണറായിയുടെ CPM, മറ്റൊന്ന് സുരേന്ദ്രന്റെ BJP, മറ്റൊന്ന് ആറ്റപ്പൂ തങ്ങളുടെ ലീഗ്. എന്താ കാര്യം? ആ മോർച്ചറിയിലേക്ക് ഇങ്ങനെ കയറ്റി കൊണ്ടുവരുമ്പോ നിങ്ങൾ കണ്ടോ, മരിച്ചത് മറ്റൊരുത്തന്റെ വെട്ട് കൊണ്ടിട്ട് കൊണ്ടുപോകുന്നത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ. എന്നാൽ ആ മോർച്ചറിയുടെ മുകളിൽ ദുബൈ KMCC, ദുബൈ KMCC, ദുബൈ KMCC. അതായത് ആലോചിക്കണം, കൽബ് കുളിരണിയാൻ ഇതിലപ്പുറം വേണോ? ഞങ്ങളിതൊക്കെ കഴുകി നന്നാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക.
നിങ്ങൾ ചെയ്തതെന്നാ? അപ്പോഴാണ് കൊണ്ടുവന്ന് ഇങ്ങനെ കിടത്തുകയാണ്. പുഞ്ചിരിയുടെ ഭരതാരമായി എൻ്റെ മുത്ത് തങ്ങൾ പുഞ്ചിരിച്ചിരിക്കുന്ന ആംബുലൻസ് അവിടെ തയ്യാറായി നിൽക്കുന്നു. നിങ്ങൾ കാസർകോട്ടേക്കൊന്ന് യാത്ര ചെയ്യും. അത്ഭുതപ്പെട്ടു ബക്കർ സാഹിബ്, മമ്മൂട്ടി സാഹിബ്, ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നേതാക്കളോടൊന്ന് പറയണം, കോഴിക്കോട് കടപ്പുറത്ത് നമ്മുടെ ആംബുലൻസ് ഒന്ന് നിർത്തിയാൽ ഭൂലോകത്ത് ഇത്രയധികം ജനസേവനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എൻ്റെ പാണക്കാട്ട തങ്ങളുടെ ലീഗാണ് എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. എൻ്റെ മുത്ത് തങ്ങൾ പുഞ്ചിരിക്കുന്ന ചിത്രം ദുബായ് KMCC, മഹാൽ KMCC, ഖമീസ് മുഷീദ് KMCC, ചലാല KMCC എന്ന് പറയുന്ന ആംബുലൻസുകൾ ഇങ്ങനെ റോട്ടിൽ ഓടുന്നതും നിൽക്കുന്നതും ആശുപത്രിക്ക് മുമ്പിലും. ഇവർക്കെന്താ പണി? വെട്ട. മറ്റൊരുക്കെന്താ പണി? കൊള്ള. തിരിച്ചോ അങ്ങോട്ടും. കണ്ണൂർ കാസർകോട്ടേക്കൊക്കെ പോകുമ്പോൾ അതൊരു ചെറിയ കാര്യമാണ്. നമ്മളൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ, നമ്മളൊക്കെ ഇവിടുന്ന് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കാണാം, ഇവിടെ ഇത് ഹൈദരലി തങ്ങളെ പേരും, ഇത് ഉമർ അലി തങ്ങളെ പേരാണ്, ഇത് അബ്ബാസ് അലി തങ്ങളെ പേര്, ഇത് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ, ഇത് ബഷീർ മോൻ്റെ പേരാണ്, ഇവിടെയാണ് മുനവ്വർ പുതിയ പേരായിട്ടുന്നത്, ഇവിടെയാണ് ഹമീദ് മോൻ്റെ വീട്, അവിടെയാണ് റഷീദ് അലി തങ്ങളെ വീട് എന്ന് പറഞ്ഞിട്ടല്ലേ. എന്നാൽ കണ്ണൂർക്കൂടി യാത്ര ചെയ്ത് നോക്കാണ്. കണ്ണൂർക്കൂടി യാത്ര ചെയ്യുമ്പോൾ ഇവിടെയാണ് സുരേഷിനെ വെട്ടിയത്, അവിടെയാണ് മനോജിനെ വെട്ടിയത്, അവിടെയാണ് പ്രഭാകരനെ വെട്ടിയത്. നമ്മളെ നാട്ടിലെ വായംകൂടും പൂക്കൂടി പോണില്ല, അവിടെയാണ് കുന്നം കൊല വെട്ടിയിട്ടത്, ഇവിടെയാണ് മൈസൂർ കൊല വെട്ടിയിട്ടത്, അവിടെയാണ് വലിയ വായക്കൊല വെട്ടിയിട്ടത്. ഭയങ്കര സംഭവമല്ലേ? അവിടെ നിന്ന് പോയി നോക്കി വ്യത്യാസം കാണണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ അതാ വാചക കസർത്തല്ല, മാന്യതയുടെ രാഷ്ട്രീയം. ഒരാൾക്ക് ജീവൻ കൊടുക്കാൻ സാധിക്കണം. കഴിഞ്ഞോ? ഞങ്ങൾ ചെയ്യുന്ന നന്മ എന്ന് പറയുന്ന ഇതാണ്. DYFIക്കാരനായ സദാനന്ദന് ബൈത്തുർ റഹ്മ കൊടുക്കുമ്പോ അയാളുടെ പാർട്ടി ഞങ്ങൾ ആലോചിച്ചില്ല. നോക്കണേ, CH സെന്ററുകൾക്ക് മുമ്പിൽ എല്ലാ സംവിധാനങ്ങളും വന്നു കഴിഞ്ഞു. ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഒന്നിച്ചു കൊടുത്തു. ഒരു ഓപ്പറേഷൻ തിയേറ്റർ, ബൈപ്പാസ് സർജറിക്ക് ഒരു ഓപ്പറേഷൻ തിയേറ്റർ തന്നെ ഹൈദരലി തങ്ങൾ. സ്കാനിങ്ങിന് സെന്റർ വേറെ, ടെസ്റ്റുകൾക്ക് വേറെ, മരുന്ന്, സ്റ്റെതസ്കോപ്പിട്ട ഡോക്ടർ. എൻ്റെ നാട്ടുകാരനുണ്ട് മെഡിക്കൽ കോളേജ്. അത്ഭുതപ്പെട്ടിട്ടുണ്ട്. വരാന്തയിൽ കാണാൻ കണ്ണിൽ വെള്ളം നിറച്ച് ലിസ്റ്റ് ബാക്കിൽ പിടിച്ചൊരു നൃത്തം. ആ സമയത്ത് അവരെ പുറത്ത് കൊട്ടിയിട്ട് എന്താ വിഷയം അത് ചോദിച്ചാൽ മതി, അതന്നെ ഒരു കുളിരാണ്. എന്താ വിഷയം? ഒന്നുമല്ല, ഇതിനെത്ര വരുന്ന ആലോചിച്ചിട്ട് യാതൊരു പിടുത്തമില്ല, വാക്ക് മുറിഞ്ഞു പോകാൻ. സ്റ്റെതസ്കോപ്പ് ഇട്ട ഡോക്ടറെ ചൂണ്ടിക്കാണിക്കാൻ അവിടെ പോയാൽ ഉത്തരം കിട്ടും. ആ ബോർഡിന്റെ പേരാണ് CH സെന്റർ. അവിടെ പോയാൽ ആ മരുന്ന് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ വേണ്ട. ഞങ്ങള് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, ഏത് പാർട്ടിയാന്നല്ല, ഏത് സോക്കടാന്നുള്ളൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. അവിടെ ഞങ്ങൾ ചെയ്യുന്ന നന്മയാണ് നിങ്ങൾ ആലോചിക്കണം. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ കിട്ടിയിട്ടും ഡിസ്ചാർജ് ചെയ്തിട്ട് കോണിക്കെതിരെ വോട്ട് ചെയ്തിട്ട് അവിടെ തന്നെ പോയി കിടന്ന ആൾക്കാരില്ല. അവരെ കാര്യത്തിൽ ഞങ്ങൾക്ക് വർത്താനേ ഇല്ല. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ചോദ്യമില്ല. ഞങ്ങൾ നല്ല കിണർ കുഴിച്ചു കൊടുത്ത ഒരാള്, അയാൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജാഥയിൽ പോകുന്നു ഇലക്ഷന് ശേഷം. അത്ഭുതപ്പെട്ടു പോയി. നമ്മൾ ചോദിച്ചു, മോനെ നിനക്കൊരു കിണർ കുഴിച്ചു തന്നില്ലേ നമ്മൾ? അപ്പൊ നിങ്ങൾ കിണറൊക്കെ കുഴിച്ചെന്ന് ശരി, അന്ന് നിങ്ങൾ ആ പോക്കാണ്ട് പോയതാ. പക്ഷെ ആ കിണറ്റി ചാടിയ പൂച്ചനെ DYFI കഴിച്ചിലാക്കി തന്നെ. അങ്ങനെ അങ്ങോട്ട് പോയിക്കോട്ടെ, അങ്ങനത്തെ ആൾക്കാരൊക്കെ പോയിക്കോട്ടെ. അവർക്കൊക്കെ ആഗ്രഹം അതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനാണ്? നമ്മൾ ചെയ്യുന്ന നന്മ എന്ന് പറയുന്നത് എന്താ? പുര നിറഞ്ഞു നിൽക്കുന്ന മക്കളെ മംഗല്യമേളകൾ നടത്തി ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക. മാർക്സിസ്റ്റ് പാർട്ടി ഇതേക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ? ഈ നന്മയിലൊന്നും അല്ല, അവരിവിടെ ഒന്നും അല്ല. അവര് വന്ന് 4 മാസമായപ്പോഴേക്ക് 73 കൊലപാതക കേരളത്തിൽ. ഒരു മാസത്തിന് എത്ര ഉണ്ടാവുന്നു ആലോചിച്ച് നോക്കണം. ആദ്യത്തെ കൊലപാതകം മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ സ്വന്തം മണ്ഡലത്തിലാണ്. UDF അധികാരത്തിൽ വരുമ്പോൾ കുഞ്ഞാപ്പാന്റെ വേങ്ങരയിലാണ് ഒരു കൊലപാതകമെങ്കിൽ മുദ്രാവാക്യം വിളിച്ച് ഈ നാട്ടിൽ ഭൂമി കുലുക്കുണ്ടാക്കിയിട്ടുണ്ടാവും നിങ്ങൾ. എന്നാൽ പിണറായിയുടെ ധർമ്മട മണ്ഡലത്തിൽ ഒരു CPM-കാരൻ മരിക്കുകയാണ്, RSSകാരന്റെ കുത്തേറ്റ്. തിരിച്ചങ്ങോട്ട് വെട്ടാണ്. പാർട്ടി സെക്രട്ടറി പറഞ്ഞു, എന്ത് പാടത്ത് പണിയെങ്കിൽ വരമ്പത്ത് കൂലി. എന്നാൽ ഈ ആറ്റപ്പുത്തങ്ങൾ ഈ അനുയായികളെ പഠിപ്പിക്കുന്നത് ദുന്യാവിൽ പണിയെങ്കിൽ ആഖിറത്തിൽ കൂലി എന്ന മാന്യമായ മുദ്രാവാക്യാണ്. അതാണ് രാഷ്ട്രീയം. ഇവിടെ പണിയെടുത്തോ അവിടെ നേടാം, അവിടെ കൊയ്യാം. ഇതോ അണികളോട് പറയാം, പാടത്ത് പണിയെങ്കിൽ വരമ്പത്ത് കൂലി കൊടുത്ത അപ്പം തന്നെ കൊടുത്തോ. കിട്ടി. കോടതി വെറുതെ വിട്ടവരെയും പാർട്ടി വിടൂല.
അങ്ങനെ കുറെ ആളുകൾ നമ്മുടെ നാട്ടിൽ യമപുരിക്ക് പോയി. ഞാൻ ആലോചിക്കുകയാണ്, ആ മനുഷ്യർക്കൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഞാൻ നസീറുദ്ദീന്റെ വീട്ടിൽ പോയിരുന്നു. പ്രിയപ്പെട്ട നസീറുദ്ദീൻ വഫാത്താകുന്നത് വരെ, മെഡിക്കൽ കോളേജ് എത്തുന്നത് വരെ ജീപ്പിലിരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ തഹ്ലീൽ ചൊല്ലിക്കൊണ്ടാണ് മരണപ്പെടുന്നത്. ആ മോൻ നസീറുദ്ദീൻ, ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ ചെന്ന് അവരുടെ പെങ്ങളോട്, അവരുടെ സഹോദരനായ കൊച്ചനുജനോട്, ഉപ്പയോട് ഉമ്മയോടൊക്കെ കാര്യങ്ങൾ അന്വേഷിച്ചു. അവർ പറയാണ്, എൻ്റെ കുട്ടിക്ക് 2 പ്രിയാണ് ജീവിതത്തിൽ. ഒന്ന്, ടൂറ് പോവാൻ ഇഷ്ടമുള്ള ആളാണ്. മറ്റൊന്ന്, പഠിക്കാനുള്ള പോതിക്കോനൊരു അറുതിയില്ല. നല്ല കോഴ്സ് അവൻ എടുത്തിട്ടുണ്ട്, എന്നാലും അവൻ BCom ചെയ്യാൻ. ടൂറ് പോകുമ്പോൾ എൻ്റെ കുട്ടിയുടെ ഒരു സ്വഭാവം എന്താണെന്നറിയാം? സാധാരണ പലരും നല്ല ഹോട്ടൽ തിരഞ്ഞു നോക്കലാണ്. ഇവന്റെ പണി എന്താണെന്നറിയാം? റൂം എടുത്തു കഴിഞ്ഞാൽ എവിടെയാണ് പള്ളി എന്ന് നോക്കും. മരം കോച്ചുന്ന തണുപ്പായാലും സുബഹിക്ക് അവ്വൽ വക്തിൽ 1ാമത്തെ സ്വഫിലെത്തണം, സഹോദരന്മാരോടൊപ്പം കൂട്ടുകാരോടൊപ്പം. അങ്ങനെ ഫ്രണ്ട്സിനെ നന്നാക്കുന്ന ഒരു നല്ല ദാക്കിറായ, എപ്പോഴും ദിക്റ് ചൊല്ലുന്ന നല്ലൊരു വിശ്വാസിയായ, ആ നാടിലെ എല്ലാ മസ്ലഹത്തിലും പങ്കെടുക്കുന്ന ഒരു വലിയ പ്രതീക്ഷയായിരുന്നു നസീറുദ്ദീൻ. മുസ്ലിം ലീഗിന്റെ യോഗം നടക്കുന്ന വീട്ടിൽ ഒരു SDPI-കാരൻ മതിലെടുത്ത് ചാടി വരികയാണ്. അത് കണ്ട് അവിടുത്തെ കുട്ടികൾ അത് പകർത്തുകയാണ്. അവന്റെ മൊബൈൽ വാങ്ങി വാക്ക് തർക്കമുണ്ടാക്കാൻ നസീറുദ്ദീൻ ആ മജ്ലിസിലേ ഇല്ല. വിവരമറിഞ്ഞ് ഓടിയെത്തുക. അന്ന് നാട്ടിലെ ഒരു പൊതുമസ്ലഹത്തിന് വേണ്ടി നസീറുദ്ദീൻ ഒരു യോഗത്തിൽ പങ്കെടുക്കുക. വിവരമറിഞ്ഞ് വന്നിട്ട് ഇവനോട് പറഞ്ഞു, നീ ഏതായാലും ഒറ്റക്ക് ആ യോഗ സ്ഥലത്തേക്ക് ഇങ്ങനെ ഒരു സ്വഭാവത്തിൽ പോയത് ശരിയായില്ല മോനെ എന്ന് പറഞ്ഞപ്പോ മാന്യമായ സ്വരമായി പോയി എന്നുള്ളത് കൊണ്ട് അവൻ പ്രകോപിതനായി പോയി. കാരണം നസീറുദ്ദീനാണ് ഇവരെ ടാർഗറ്റ് ചെയ്യുന്നത്. നസീറുദ്ദീൻ എന്ത് ചെയ്തു? അവനെ വിളിച്ചു കൊണ്ടുപോയി ഒറ്റക്കിരുന്നിട്ട് പറഞ്ഞു. ഒറ്റക്കിരുന്ന് പറഞ്ഞു എന്ന് മാത്രല്ല, അവരുടെ പിതാവ് വാട്സപ്പിൽ പ്രിയപ്പെട്ട നസീറുദ്ദീന്റെ അവസാനത്തെ വാചകം എന്നെ കേൾപ്പിച്ചു. എന്താണ് ആ വാക്ക്? ആ വാക്ക് ഇങ്ങനെയാണ്: അവരിന്നെ കൊല്ലാണെങ്കിൽ കൊല്ലട്ടെ, നാട്ടിൽ നന്മയാണ് ആവശ്യം. പൊന്നു സുഹൃത്തെ, നിന്റെ മൊബൈൽ കേടുവന്നു എന്നുള്ളതൊരു വസ്തുത. ഈ ദുന്യാവിലെ മൊബൈൽ കമ്പനി ഇറക്കിയതിൽ ഏറ്റവും നല്ലൊരു മൊബൈൽ എൻ്റെ ചെലവിൽ ഞാൻ നിനക്ക് വാങ്ങിച്ചു തരാം, എന്നാലും നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കില്ല. അപ്പോഴും ഈ കുട്ടി നല്ലോനാകുന്നു എന്നുള്ളതൊരു കേടായി മാറി. കഴുത്തിന് കുത്തിയിട്ട് പൊക്കിൾനാഭി വരെ വലിച്ചിരിക്കുന്നു. രക്തം ഒലിച്ചിറങ്ങുമ്പോഴും തഹ്ലീൽ ചൊല്ലി അങ്ങനെ പോവാണ്. അവൻ തലേ ദിവസം തന്റെ വീട്ടിന്റെ മുമ്പിൽ ഒരു സ്തൂപം ഉണ്ടാക്കിയിട്ടുണ്ട്. പച്ച പെയിന്റ് അടിക്കുന്ന കൂട്ടത്തിൽ പലരും ചോദിച്ചു, ആരാണ്, ഏത് പേരാണ് നമുക്കിവിടെ എഴുതാൻ ഒക്കുക? പലരും പറഞ്ഞു, ശിഹാബ് തങ്ങളെ, കായികമില്ലത്തിന്റെ വാഫക്കി തങ്ങളെ എന്ന്. നസീറുദ്ദീൻ അതിന് മറുപടിയായി പറഞ്ഞു, നമ്മൾ ആരെങ്കിലും പേരെഴുതാൻ എന്താ കുഴപ്പം? എന്നാൽ ആ കുട്ടിയുടെ പേരാണ് ഇപ്പോൾ അതിന്മേൽ എഴുതിയിരിക്കുന്നത്. പൊന്നു സഹോദരന്മാരെ, നന്മ മാത്രം ചെയ്തു പോയ ഒരു നാടിന്റെ പ്രതീക്ഷയുടെ പ്രതീകം. ഇങ്ങനെ കലാപങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കുന്ന ആളുകൾ രാജ്യത്ത് വർദ്ധിച്ചു വരുമ്പോൾ മുസ്ലിം ലീഗ് സംയമനം പാലിച്ച് പോക്കിരിമാരാകാതെ രാഷ്ട്രീയ നന്മ ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരം ചെയ്ത് നീങ്ങിക്കൊണ്ടിരിക്കുക. ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നല്ല രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി. ഈ നാട് എവിടെ നിന്ന് വന്നതാണ്? അവിടെ സ്ഥാപനങ്ങളുണ്ടായി, സംവിധാനങ്ങളുണ്ടായി, പഠിച്ചു. മലപ്പുറം ജില്ലക്ക് സ്ഥാപനങ്ങൾ കിട്ടി, മെഡിക്കൽ കോളേജ് കിട്ടി, എഞ്ചിനീയറിംഗ് കോളേജ് കിട്ടി, BEd കോളേജ് കിട്ടി, പോളിടെക്നിക്ക് കിട്ടി, എല്ലാം കിട്ടി. ചില സ്ഥലങ്ങളിൽ SFI ജയിക്കുന്നു. SFI ജയിക്കാൻ എന്താ കാരണം? മാർക്സിസ്റ്റ് പാർട്ടിയുടെ കുട്ടികൾക്ക് സീറ്റ് അവിടെ കിട്ടുന്നു. സീറ്റ് എന്താ കിട്ടാൻ കാരണം? അങ്ങനെ ഒരു കോളേജ് നമ്മൾ കൊണ്ടുവരുന്നു. നമുക്കെന്താ പണി? കോളേജ് ഉണ്ടാക്കുക. ഇവർക്ക് എന്താ പണി? SFI ഉണ്ടാക്കുക. നമുക്കെന്താ പണി? കോളേജ് ഉണ്ടാക്കുക. മറ്റവർക്ക് എന്താ പണി? മതിൽ ചാടി പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാക്കുക. നമ്മൾ ചെയ്യുന്ന പണി സ്ഥാപനം ഉണ്ടാക്കുന്ന ഡ്യൂട്ടി. ഈ നന്മ ഞങ്ങൾ ചെയ്തതുപോലെ ഒരു തറവാടിയെ പോലെ KM ഷാജിയും N ശംസുദ്ദീനും കൊണ്ടുവന്ന് കാണിക്കുകയാണ്. ഇത് PSM കോളേജ്, പോക്കർ സാഹിബ് മെമ്മോറിയൽ കോളേജ്, ഇത് CD സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജ്, ഇത് ഔക്കാദർ കുട്ടിനഹ സാഹിബ് പോളിടെക്നിക് കോളേജ്, ഇത് സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ ഹയർ സെക്കൻഡറി സ്കൂൾ. കാണിക്കുകയാണ് ഒരു തറവാടിയെ പോലെ. ഇതിന്റെ മൂത്താപ്പാന്റെ കുടുംബ വീട്, ഇതിന്റെ ബാപ്പാന്റെ സ്വന്തം വീട്, ഇതിന്റെ വല്യുപ്പാന്റെ തറവാട് എന്ന് പറഞ്ഞ് കാണിക്കുമ്പോ ഒന്നൊരു ചോദിക്കുക, എങ്ങനെ ഇത് ഉണ്ടാക്കി? ജനാധിപത്യത്തിന്റെ പോർക്കളത്തിൽ ബാലറ്റ്. ഈ അത്ഭുതം നിങ്ങളും കാണിക്കണം. രാഷ്ട്രീയ ശക്തി ഉണ്ടാക്കിക്കോ, എന്നിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിക്കോ.
ഇപ്പൊ ഈ ഏക സിവിൽ കോഡ് ഒറ്റക്ക് പോയിട്ട് ഒരു ഈട്ടിയും ഈ ആഹ്മദും വർത്താനം പറഞ്ഞാൽ അവിടെ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കൂല. ഞങ്ങൾക്കറിയാം അതിന് രാഷ്ട്രീയ ചങ്ങാതി വേണം. അതിന് ഞങ്ങൾ കണ്ടെത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയാണ്. ആ കോൺഗ്രസ്സാണ് പണ്ട് ഇസ്ലാമിക ശരീഅത്തിന്റെ ബില്ലിന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുത്ത് ഇന്ത്യ രാജ്യത്തൊരു നിയമമായി വന്നത്. എല്ലാവരും ആ കൂട്ടത്തിൽ നമ്മോടൊപ്പം നിന്നിരുന്നു. ഇന്ന് പലരും പറയുന്നത് എന്താ, ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണ്. പാണക്കാട്ട കുട്ടികളുടെ കല്യാണമല്ല ഏക സിവിൽ കോഡ് എന്ന വസ്തുത മാലോകരറിയണം. എല്ലാവരുടെയും കൂടി കാര്യമാണ്, എല്ലാവരുടെയും തല പോകുന്ന കാര്യമാണ്. ഈ കാര്യത്തിൽ നമ്മൾ ഒത്തൊരുമിച്ച് നിൽക്കേണ്ടുന്ന സമയമാണ്. എന്താ ഈ നിയമക്കൊന്ന് വന്ന് നോക്കണ്ടേ? അപ്പൊ KT ജലീലിന്റെ പ്രസ്താവന എന്താ? KT ജലീൽ പറയുന്നത് മുത്തലാഖ് മനുഷ്യത്വരഹിതം, 3 ത്വലാഖ് മനുഷ്യത്വരഹിതം ജലീൽ. മാത്രല്ല മതപണ്ഡിതന്മാർ ഇപ്പൊ മുത്തലാഖിനെ എതിർക്കാത്തത് നോക്കണ്ട, വൈകി അവർക്ക് കാര്യം മനസ്സിലാവും. മതപണ്ഡിതന്മാർ എന്ന കൂട്ടത്തിൽ കോട്ടുമല ബാപ്പു മുസ്ലിയാരും പെടും, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും പെടും. ഇവർക്കൊന്നും ഇപ്പൊ കഥയും ബുദ്ധിയില്ല, കുറച്ച് കഴിഞ്ഞാൽ ബുദ്ധി വെക്കും എന്നാണ് ജലീൽ പറഞ്ഞത്. എല്ലാവരുടെയും ഡ്യൂട്ടിയാണ് ഇവനെ എതിർക്കേണ്ടത്. ഇപ്പുറത്ത് നിന്നിരുന്നപ്പോ ഈ സമയത്തൊക്കെ ഇസ്ലാമിക ശരീഅത്തിന് വേണ്ടി ഞങ്ങളുടെ കൂടെ വന്ന് പ്രസംഗിച്ച മഹാനാണ് ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബിന്റെ കൂടെ വന്ന് പ്രസംഗം പരിഭാഷപ്പെടുത്തി ഇതുപോലൊരു ശരീഅത്ത് വിവാദ കാലഘട്ടത്തിൽ ഈ മുത്തലാഖിനെ ന്യായീകരിച്ചവനാണ്. പക്ഷെ ഇപ്പൊ എന്താ മാറ്റം? ഇപ്പൊ ദറജ കൂടി എന്നുള്ളതാണ്. ദറജ കൂടിയാൽ ഇസ്സത്തിന്റെ ഗ്രാഫ് എവിടെയെങ്കിലും താഴുമോ മിസ്റ്റർ ജലീൽ? അങ്ങ് ആലോചിക്കേണ്ടതുണ്ട്. ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ അന്തസ് എന്നാണ് അതിന്റെ പച്ചമലയാളം. മുത്തലാഖ് ലീഗ് ഉണ്ടാക്കിയതാ, ചന്ദ്രികയിൽ ഉണ്ടാക്കിയതാ? മുത്തലാഖ് പാണക്കാട്ട തങ്ങളുടെ ഡയറിയിൽ എഴുതി വെച്ചതാ? ഖാലിക്കായ റബ്ബ് നേരത്തെ വെച്ച തീരുമാനമാണ്. എന്നാൽ മഹിളാ അസോസിയേഷൻ കാഞ്ഞങ്ങാട്ട് യോഗം ചേർന്നു. അവര് പറഞ്ഞു ത്വലാഖ് തന്നെ വേണ്ട എന്നാ, ത്വലാഖ് തന്നെ വേണ്ട. ഇനിയിപ്പോ ഈ ത്വലാഖും മുത്തലാഖും ഒരു തലാഖും 3 തലാഖല്ല, നിക്കാഹിന് ഇവരെതിരാണ്, നിക്കാഹിനെതിരാണ്. ശശികുമാറിന്റെ ഭാര്യയാണ് ബദറുന്നീസാണ്, ശശികുമാറിന്റെ ഭാര്യയാണ് ബദറുന്നീസ. പെരിന്തൽമണ്ണയിൽ മത്സരിച്ച മഞ്ഞളാംകുഴി അലിക്കെതിരെ മത്സരിച്ച ശശികുമാറിന്റെ ഭാര്യയാണ് ബദറുന്നീസ. നമ്മളെ വയനാട് ജില്ലാ സെക്രട്ടറി ആരാ ഭാര്യ പരിശോധിക്കണം. മങ്കടയിൽ നേരത്തെ ടി അഹമ്മദ് കബീറിനെതിരെ മത്സരിച്ചിരുന്ന ഖദീജാന്റെ മൂത്ത മകൻ കല്യാണം കഴിച്ചത് മുസ്ലിം വീട്ടിൽ നിന്നും, രണ്ടാമത്തവൻ കല്യാണം കഴിച്ചത് ഹിന്ദു വീട്ടിൽ നിന്നാണ്. ആരും വെറുപ്പിച്ചിട്ടില്ല. നിങ്ങൾ നിക്കാഹി തന്നെ ഞാൻ മട്ടന്നൂരിൽ ഇത് പ്രസംഗിച്ചപ്പോ നിങ്ങളിപ്പോ കാണിച്ച ഈ ഒരു ചിരിയോ സംസാരമൊന്നും അവിടെ കേൾക്കാനില്ല. അപ്പൊ ഞാൻ നിരാശനായി യോഗം കഴിഞ്ഞപ്പോ ചോദിച്ചു, എന്ത് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല ഇവിടുത്തെ ആളുകൾക്ക്? അപ്പൊ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി രാജിവെച്ച് വന്നൊരു സഖാവ് മുഹമ്മദ്, എന്നോട് ചോറുന്നുമ്പോ പറയാൻ ഇത് ഇവിടുന്ന് ഒരു കൗതുകല്ല, എന്റോടെ ഈ കത്തിയിരിക്കുന്നുണ്ട് കല്യാണ കത്ത്, ഇതേമാതിരി കല്യാണം കഴിഞ്ഞ ഇവിടെ എന്ത് ചിരിച്ചാനാണ്? അല്ലേ, നിങ്ങൾ കണ്ണൂർ ഭാഗത്തൊന്ന് പോയി നോക്ക്, ജാതിയും മതവും മാറി ഇത് തന്നെയാണ്. നമ്മുടെ കൊച്ചുമക്കൾക്ക് ആ ബുദ്ധി വരാനാണ് സാമൂഹ്യ പാഠത്തിൽ മതം ഇല്ലാത്ത ജീവൻ. എന്നിട്ട് പിതാവിന്റെ പേരെന്താ? അൻവർ റഷീദ്. മാതാവിന്റെ പേരോ ലക്ഷ്മി ദേവി. അൻവർ റഷീദ്, ലക്ഷ്മി ദേവി, ഭാര്യയും ഭർത്താക്കളും. ഈ തോന്നലൊരു കുട്ടിക്ക് വന്നാൽ ആ കുട്ടി മാറി ചിന്തിക്കാൻ ഉതകുന്ന രീതിയിൽ മനസ്സ് പാകപ്പെടുത്തിയെടുക്കണം. സാമൂഹ്യ പാഠപുസ്തകം അന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പറഞ്ഞു, ആ പുസ്തകം ഇപ്പൊ കണ്ടു കെട്ടണം. സമസ്തക്കാരെ ഒരാളെ പറഞ്ഞയച്ചു. അബ്ദുറഹ്മാൻ അണ്ടത്താണിയുടെ അടുത്ത് കണ്ടു. കുഞ്ഞാപ്പ മന്ത്രിയല്ല, കുഞ്ഞാപ്പ ജയിച്ചിട്ടില്ല. പറഞ്ഞയച്ചു. ആരാ? പിണങ്ങോട് അബൂബക്കർ. സമസ്ത പറഞ്ഞയച്ചു. അലി അബ്ദുള്ള ആ യോഗത്തിൽ പങ്കെടുത്തു. എന്നിട്ട് മുസ്ലിം ലീഗിന്റെ ആളുകളോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ നിയമസഭയിലേക്ക് കടക്കാൻ കഴിയില്ലല്ലോ, നിങ്ങൾ അച്യുതാനന്ദനെ തിരുത്തണം. അലി അബ്ദുള്ളയോട് ചോദിച്ചു, ഇന്റാന് ആരെ പറഞ്ഞയച്ചിട്ട് വന്നതാണ്? കാന്തപുരം ഉസ്താദ് എന്നെ പറഞ്ഞയച്ചതാണ്. കാന്തപുരം ഉസ്താദ് പറഞ്ഞയച്ച അലി അബ്ദുള്ളയും സമസ്ത പറഞ്ഞയച്ച പിണങ്ങോട് അബൂബക്കർ സാഹിബും ഹുസൈൻ മടവൂരും അബ്ദുള്ളക്കോയ മദനിയും കാഞ്ഞാർ മൂസ മൗലാനയുടെ ആളുകളും ആരിഫ് വലിയും ഒന്നിച്ച് ചേർന്നിട്ടാണ് അന്ന് ഇതുപോലെ എതിർത്തത്. ആരും ക്ഷണക്കത്ത് കൊടുത്തിട്ടല്ല, ക്ഷണിച്ചിട്ടല്ല. മദ്രസകൾ അവതാളത്തിലാക്കുന്ന സ്കൂൾ നേരത്തെ ഒരു ശ്രമം നടത്തിയപ്പോ ആലിമീങ്ങൾ സടകുടഞ്ഞെണീറ്റു. അല്ലെങ്കിൽ തന്നെ നഴ്സറിയുടെ ഓണടി കേട്ട് കുട്ടികൾ മദ്രസയിൽ നിന്ന് പോവുകയാണ്. പണ്ടൊക്കെ 10 മണി കുട്ടികളെ വിട്ടെന്ന് പറയാം മദ്രസ വിട്ടാല്, അല്ലേ?
ഇന്ന് 8 മണി കുട്ടികളെ വിട്ടു പറയണ്ടേ? 8 മണിക്ക് മുമ്പേ പോകും നഴ്സറിയുടെ ഓണടി കേട്ടാൽ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ കുട്ടികൾക്ക് എവിടെ കിട്ടുന്നത്? ആ സ്കൂൾ പഠനം മാറ്റുന്ന സ്ഥിതി വന്നപ്പോഴും ഇതുപോലെ നമ്മൾ എതിർത്തിട്ടുണ്ട്. അതിനേക്കാൾ അപകടകരമായ ഒരു സ്ഥിതിയാണിത്. ഈ സ്ഥിതി വരുമ്പോൾ ചർച്ചയെ വഴിതെറ്റിച്ച് വിടുകയാണ് മിസ്റ്റർ ജലീൽ. താങ്കൾ പറയുന്നത് മുത്തലാഖ് മനുഷ്യത്വം